കൃഷ്ണ. ഗുരുവായൂരിലെ സച്ചിന്മയ ഭുവനത്രയം നിന്റെ വൃന്ദാവനം, ഹൃദയസ്ഥലം നിന്റെ ബ്രഹ്മാശ്രമം കൃഷ്ണ. യുഗസന്ധ്യകൾ വന്നു സാഷ്ടാംഗം പ്രണമിക്കും ഗുരുസന്നിധാനമേ, ഗുരുസന്നിധാനമേ കൈ തൊഴുന്നേ. ഏകനാം അടിയൻ കൈ തൊഴുന്നേ. ദ്വാപര കീർത്തന വാരിധിയിൽ നിന്റെ ദ്വാരകാ പ്രാർത്ഥനാ ക്ഷേത്രമായി അടിയന്റെ കണ്ണുനീരലിഞ്ഞലിഞ്ഞൊഴുകുന്നതറിയുന്നില്ലേ കണ്ണാ, അറിയുന്നില്ലേ കണ്ണാ. ദ്വാപര കീർത്തന വാരിധിയിൽ നിന്റെ ദ്വാരകാ പ്രാർത്ഥനാ ക്ഷേത്രമായി ചന്ദനപ്പടികൾ പാദങ്ങൾ വയ്ക്കാതെ തങ്കക്കവാടങ്ങൾ തുറക്കാതെ ചന്ദനപ്പടികൾ പാദങ്ങൾ വയ്ക്കാതെ തങ്കക്കവാടങ്ങൾ തുറക്കാതെ ഒരു പിടി നാലുമലരഭിഷേകം ചെയ്യാതെ അകലെ നിന്നടിയൻ പാടുമ്പോൾ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. തിരുമുടി പീലി വച്ച പൊന്നുണ്ണി കണ്ണന്റെ തിരുമുഖമേടെയും കാണുന്നു. ദ്വാപര കീർത്തന വാരിധിയിൽ നിന്റെ ദ്വാരകാ പ്രാർത്ഥനാ ക്ഷേത്രമായി നാദസ്വരൂപമായി നാവിലുണ്ടല്ലോ നീ. Krishna
തന്നതല്ലയോ. യുഗസന്ധ്യകൾ വന്നു സാഷ്ടാംഗം പ്രണമിക്കും ഗുരുസന്നിധാനമേ, ഗുരുസന്നിധാനമേ കൈ തൊഴുന്നേ. ഏകനാമടിയൻ കൈ തൊഴുന്നേ. ശ്രീകൃഷ്ണമാഹാത്മ്യം പാടി നടക്കുവാൻ ഈ ജന്മത്തമ്പുരു നീ തന്നതല്ലയോ. അടിയന്റെ കണ്ണുനീരലിഞ്ഞലിഞ്ഞൊഴുകുന്നതറിയുന്നില്ലേ കണ്ണാ, അറിയുന്നില്ലേ കണ്ണാ. ശ്രീകൃഷ്ണമാഹാത്മ്യം പാടി നടക്കുവാൻ ഈ ജന്മത്തമ്പുരു നീ തന്നതല്ലയോ. മരതകവർണ്ണ കണ്ണ മധുസൂദന, മരതകവർണ്ണ കണ്ണ മധുസൂദന, മരതകവർണ്ണ കണ്ണ മധുസൂദന, മരതകവർണ്ണ കണ്ണ മധുസൂദന. ജയ ഗോവിന്ദ ഗോപാല മുരളീധര, ജയ ഗോവിന്ദ ഗോപാല മുരളീധര. അഭയം കീർത്തനവാരിധിയിൽ നിന്റെ ദ്വാരകാ പ്രാർത്ഥനാ ക്ഷേത്രമായി. അടിയന്റെ കണ്ണുനീരലിഞ്ഞലിഞ്ഞൊഴുകുന്നതറിയുന്നില്ലേ കണ്ണാ, അറിയുന്നില്ലേ കണ്ണാ. കീർത്തനവാരിധിയിൽ നിന്റെ ദ്വാരകാ പ്രാർത്ഥനാ ക്ഷേത്രമായി. ചന്ദനപ്പടികളിൽ പാദങ്ങൾ വയ്ക്കാതെ, തങ്കക്കവാടങ്ങൾ തുറക്കാതെ. ചന്ദനപ്പടികളിൽ പാദങ്ങൾ വയ്ക്കാതെ, തങ്കക്കവാടങ്ങൾ തുറക്കാതെ. ഒരു പിടി നറുമലരഭിഷേകം ചെയ്യാതെ, ഒരു പിടി നറുമലരഭിഷേകം ചെയ്യാതെ അകലെ നിന്നടിയൻ. രാധേ 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 ഗോവിന്ദ, രാധേ 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 ഗോവിന്ദ, രാധേ 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 രാധേ
दीनबंधु राधे गोविंद दीनबंधु राधे गोविंद दीनबंधु നാദസ്വരൂപമായി നാവിലുണ്ടല്ലോ നീ, രാഗപ്രവാഹമായി കൂടെയുണ്ടല്ലോ. നാദസ്വരൂപമായി നാവിലുണ്ടല്ലോ നീ, രാഗപ്രവാഹമായി കൂടെയുണ്ടല്ലോ. താളതരംഗമായി ദീപസഹസ്രമായി, താളതരംഗമായി ദീപസഹസ്രമായി, ദേവപ്രസാദമായി കൃഷ്ണ നീ വന്നു നിൽക്കുമ്പോൾ ഞാനൊരു ഗോപനായി കൂടെ വന്നോട്ടെ, പാവം കുചേലനായി തേടി വന്നോട്ടെ. ശ്രീകൃഷ്ണമാഹാത്മ്യം പാടി നടക്കുവാൻ ഈ ജന്മതമ്പുരു നീ തന്നതല്ലയോ. യുഗസന്ധ്യകൾ വന്നു സാഷ്ടാംഗം പ്രണമിക്കും ഗുരുസന്നിധാനമേ, ഗുരുസന്നിധാനമേ കൈ തൊഴുന്നേ, ഏകനാമടിയൻ കൈ തൊഴുന്നേ. ശ്രീകൃഷ്ണമാഹാത്മ്യം പാടി നടക്കുവാൻ ഈ ജന്മതമ്പുരു നീ തന്നതല്ലയോ. അടിയന്റെ കണ്ണു നീരലിഞ്ഞലിഞ്ഞൊഴുകുന്നതറിയുന്നില്ലേ കണ്ണാ, അറിയുന്നില്ലേ കണ്ണാ. ശ്രീകൃഷ്ണമാഹാത്മ്യം പാടി നടക്കുവാൻ കൃഷ്ണ സുകൃതകൃപാനിധേ കൃഷ്ണ, ഗുരുവായൂരിലെ സച്ചിന്മയ, ഭുവനത്രയം നിന്റെ വൃന്ദാവനം, ഹൃദയസ്ഥലം നിന്റെ ബ്രഹ്മാശ്രമം കൃഷ്ണ. Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. ദ്വാപര കീർത്തനവാരിധിയിൽ നിന്റെ ദ്വാരകാ പ്രാർത്ഥനാ ക്ഷേത്രമായി, ജഗദീശ്വരാ നിന്റെ മുൻപിൽ കൊഴുകൈയുമായിതായെങ്ങൾ, ജഗദീശ്വരാ നിന്റെ മുൻപിൽ കൊഴുകൈയുമായിതായെങ്ങൾ, ഈ വിശ്വവേദിയിൽ മക്കളിൽ എന്നോ എന്നും
തെളിയൂ ഈ മക്കളിൽ എന്നുമെന്നും നീതി സൂര്യനായി തെളിയൂ തിന്മയകറ്റി നന്മ നിറയ്ക്കാൻ ഒരു പിടി നറുമലരഭിഷേകം ചെയ്യാതെ ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. നടിയൻ പാടുമ്പോൾ കൃഷ്ണ മേക്കാട് കൃഷ്ണ ശ്രീകൃഷ്ണ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആദ്യമായി ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചുള്ള ഈ സാംസ്കാരിക സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാന്യായ ശ്രീകൃഷ്ണ ദേവസ്വം ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ എം.എ. ബ്രഹ്മരാജ് അവർക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹ പ്രഭാഷണം മിസോറാം ഗവർണറായിട്ടുള്ള ശ്രീ കുമ്മനം രാജശേഖരൻ അവർകളായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ ക്ഷണം സ്വീകരിച്ച് കവിയും സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനും എല്ലാമായ നമ്മുടെ ഒരു വിശിഷ്ട വ്യക്തി ജനിച്ച ശ്രീ ആർ കെ ദാമോദരൻ അവർകൾ മഹാരാജാസ് കോളേജിലൂടെ നിരവധി സിനിമാ ഗാനങ്ങളിലൂടെ ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങളിലൂടെ അദ്ദേഹം മാതൃഭൂമിയിലും അതുപോലെ തന്നെ സംഗീത രംഗത്തെ മഹത് വ്യക്തിത്വങ്ങളായിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്വാമികള്, എം കെ അർജുനൻ മാസ്റ്റർ, MS വിശ്വനാഥൻ സാറ്, ഇവരുടെ ഒക്കെ നമ്മുടെ ദാമോദരൻ സാറിന്റെ വരികൾക്ക് ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ പ്രിയങ്കരനായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സൂരജ് നമ്പൂതിരിപ്പാട് അവർക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ യജ്ഞാചാര്യനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പദാസൻ ശ്രീ ബിജു ഗോപാലകൃഷ്ണൻ അവർക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ശ്രീ വി ബാലചന്ദ്രൻ സാറ്, അദ്ദേഹം നമ്മുടെ തൊട്ടടുത്തുള്ള വിദ്യാധിരാജ സ്കൂൾ ഉൾപ്പെടുന്ന ഗീതാഭവൻ ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. മൂഴിക്കുളം സ്വദേശിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ സെക്രട്ടറി, എന്റെ സഹപാഠി കൂടിയായിട്ടുള്ള ശ്രീ VM വിനു, അദ്ദേഹം ശ്രീ കണ്ടോത്ത് വള്ളിവട്ടം ശിവക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മാതൃസമിതിയുടെ പ്രസിഡന്റ്, നമ്മൾ ഈ സപ്താഹം ഇവിടെ നടത്തണം എന്ന് നമ്മൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുമ്പോഴേ ഇതിന്റെ എല്ലാ ഒരുക്കത്തിലും ഒരു ആത്മവിശ്വാസവും ഉണർവും പ്രചോദനവും കിട്ടിയത് ഇനിയും ഈ മാതൃസമിതിക്ക് നേതൃത്വം നൽകുന്ന ശ്രീമതി ജ്യോതി അന്തർജനം അവർക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും, എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്രം മന്ത്രി സൂര്യൻ നമ്പൂതിരിപ്പാട് ഭാഗവതസപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ഞങ്ങളിലെവിടെയുള്ള ആർ കെ ദാമോദരൻ സാർ, നമ്മുടെ ആചാര്യൻ ബിജു ഗോപാലകൃഷ്ണൻ, സഹാചാര്യന്മാർ, വിദ്യാലയ ട്രസ്റ്റിന്റെ അഡ്മിനിസ്ട്രേറ്റർ ബാലേന്ദ്രൻ സാർ,
എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ശിവക്ഷേത്രത്തിൻ്റെ ബാലവൈദ്യനും മാതൃസമിതിയുടെ പ്രസിഡന്റ് ജ്യോതിയന്ത്രനും സ്നേഹം നിറഞ്ഞ നാട്ടുകാരി, കഴിഞ്ഞ 3 മാസക്കാലമായി കുട്ടികൾ മുതൽ വയോവൃദ്ധരായ ആൾക്കാർ വരെ കഴിഞ്ഞ 3 മാസമായിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ് ഈ ക്ഷേത്രത്തിൽ ഇതപ്രഥമമായി ഇന്ന് തുടങ്ങാൻ പോകുന്ന ഭാഗവത സപ്താഹയജ്ഞം. 2009 പടപ്പുമന ഈ ട്രസ്റ്റിന് ഈ ക്ഷേത്രവും കൈമാറിയത്, ഭരണാവകാശം കൈമാറിയത് 2009 16 വർഷം എടുക്കാൻ പോവുകയാണ്. ഇതിനിടയ്ക്കാണ് ഒരു അഷ്ടമതി പ്രശ്നം വെച്ചപ്പോൾ ഇവിടെ സപ്താഹമാവാം, ദശാവതാരം ചന്ദ്രനകത്ത് ഈ ക്ഷേത്രത്തിൽ പാടില്ല, ഭഗവാന്റെ രൂപം എല്ലാ ദിവസവും മാറ്റാൻ സാധിക്കില്ല, പ്രത്യേകത പ്രതിഷ്ഠയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സപ്താഹം നടത്താമെന്ന് 10 വർഷം മുമ്പ് പറഞ്ഞിരുന്നെങ്കിലും അത് നടത്തുവാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ അതിനുള്ള ആത്മവിശ്വാസവും ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴാണ് ട്രസ്റ്റിന് ഈ വർഷം ഒരു സപ്താഹം തുടങ്ങണമെന്നൊരു ആഗ്രഹം മുന്നിൽ വയ്ക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നാടിന്റെ പ്രത്യേകത വേറെ എല്ലാ ക്ഷേത്രത്തിലും വളരെ ഗംഭീരമായ ഉത്സവങ്ങളും 2 മാസം കൂടുമ്പോൾ നടക്കുന്നു എന്നുള്ളതും വളരെ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്നുള്ളതും ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ആദ്യ ആശങ്ക ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ജനങ്ങൾ സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായി പൂർണ്ണയിലെത്തിക്കാമെന്നുള്ള ആത്മവിശ്വാസം നാട്ടുകാർക്കെല്ലാം. അപ്പോൾ എല്ലാവരും സഹകരണം പിന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ വിശ്രമമില്ലാത്ത ദിവസങ്ങളാണ് ഇനി. 13-ാം തീയതി നമ്മുടെ സപ്താഹം കഴിഞ്ഞാൽ വീണ്ടും വിഷു, വീണ്ടും 10-ാം തീയതി നമ്മുടെ അമ്മയുടെ അമ്പലത്തിലും ആരംഭിക്കുകയാണ് മുടിയേറ്റും കാര്യങ്ങൾ. അപ്പോൾ വിശ്രമമില്ലാത്ത ആളുകളാണ് ഈ നാട്ടുകാർക്ക് ഇനിയുള്ളത്. അങ്ങനെ എല്ലാത്തിൻ്റെയും വിജയത്തിന് വേണ്ടി അഹോരാത്രം രാത്രി നമ്മൾ പണിയെടുക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചൊല്ലിക്കുന്നു. നന്ദി, നമസ്കാരം. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ഇതന്ത്രപരമായി മേക്കാട് ശ്രീകൃഷ്ണ വിഷ്ണുക്ഷേത്രത്തിൽ അരങ്ങേറുന്ന ഭാഗവത സപ്താഹത്തിന് ഈ ശ്രീരാമനവമി ദിവസങ്ങളിൽ തിരഞ്ഞെടുത്തത് ഐശ്വര്യപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് മഹാനായ രാജശേഖരൻ വരുന്ന പകരക്കാരനായിട്ടാണ് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. എത്രയോ പുണ്യാത്മാവായിട്ടുള്ള ഒരു മഹാബുദ്ധിയാണ് കുമ്മന രാജശേഖരൻ ചേട്ടൻ. ഇന്ന് ഞാൻ ആത്മീയമായിട്ട് രാജശേഖരൻ ചേട്ടൻ്റെ പ്രതിനിധിയായിട്ടുള്ള രാജഗോപാൽ പറഞ്ഞതനുസരിച്ച് മാത്രമാണ് ഇവിടെ വന്നത്. കാരണം രാമനവമിയുടെ ഒന്നാമത്തുള്ള ആഘോഷങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ എല്ലാ തവണയും പങ്കെടുക്കുന്ന ഒരാളാണ്. എങ്കിലും ഇത് ക്ഷേത്രത്തിൽ നിന്ന് വിളിക്കുന്നപ്പോൾ ഞാൻ ഈ ക്ഷേത്രം കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഭഗവാന്റെ സന്നിധി തന്നെയാണല്ലോ. രാമനായാലും കൃഷ്ണനായാലും അവതാരങ്ങളിൽ പെട്ടതാണല്ലോ. ഇത് ഇവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാല് കൃഷ്ണനും വിഷ്ണുവും അത് ശ്രീകോവിലിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് വരാനും കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എനിക്കുള്ള സന്തോഷം. നിങ്ങള് ആദ്യമായിട്ടാണ് ഇവിടെ സപ്താഹം നടത്തുന്നതെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഭാഗം വായിക്കാത്തവരുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നമ്മളെ ഹിന്ദുക്കള് മിക്കവാറും ഒന്നും വായിച്ചിട്ടില്ലാത്തവരും അറിഞ്ഞിട്ടില്ലാത്തവരും പഠിച്ചിട്ടില്ലാത്തവരുമാണെന്നുള്ള ഉറപ്പാണ് എനിക്ക്. കാരണം ഒരു
13 വർഷം മുമ്പ് വരെ എനിക്കിപ്പോ 70 വയസ്സായി കേട്ടോ. അങ്ങനെ നിൽക്കുന്നൊന്നും വിചാരിക്കണ്ട, ചെറുപ്പമൊന്നുമില്ല. രാജശേഖരൻ ചേട്ടനെക്കാളും വൃദ്ധനാണ് ഞാൻ. അപ്പോ ഒരു 13 വർഷം മുമ്പ് വരെ ഭാഗവതം വായിച്ചിട്ടുണ്ടായിരുന്നു. സത്യമാണോ പറയുന്നത്? ഇവിടെയുള്ള തന്ത്രിക്കാരുടെയും കൃഷ്ണ സാന്നിധ്യത്തിലുമാണ് ഇത് പറയുന്നത്. അപ്പോ ഈ എന്റെ പേര് ദാമോദരൻ എന്നാണ്, നിങ്ങൾക്കറിയാലോ. ഈ കൃഷ്ണ ദാമോദരം വാസുദേവം ഭജ എന്നാണ് നമ്മുടെ അടുത്ത്. കൃഷ്ണനോട് ഒട്ടി നിൽക്കുന്ന പേര് രാജശേഖരൻ എന്നോ വാസുദേവൻ എന്നോ. കൃഷ്ണ ദാമോദരൻ എന്നാണ്. ഈ ദാമോദരൻ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കണ ഒട്ടലുള്ളതുകൊണ്ടായിരിക്കും എന്നോട് ഭഗവാൻ നീ മര്യാദയ്ക്ക് ഭാഗവതം വായിക്കണമെന്നുള്ള ഒരു 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 ഉള്ളിൽ ഉണ്ടായിട്ട് പറഞ്ഞു. അതിനൊരു കാരണം എന്താ വെച്ചാല്, ഞാൻ പറയുന്നത് ഭക്തി കാര്യങ്ങളൊന്നുമല്ല, അതൊക്കെ പറയാൻ തന്ത്രികാരൊക്കെ ഉണ്ട്. എന്റെ അനുഭവത്തിലൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ്. കുറെ സംസ്കൃതം വളരെ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാനൊരു ദിവസം കോഴിക്കോട് മാതൃഭൂമിയിൽ ഇരിക്കുമ്പോ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ്, അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ ഞാൻ ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചത് കൃഷ്ണ ഭക്തിഗാനങ്ങൾ എന്ന് പറയണ്ട, ഈ ആനന്ദലബ്ധിക്ക് നീ എന്ത് വേണമെന്ന് വള്ളത്തോട് പറഞ്ഞു. കാവ്യം സുഗേയം കഥ രാഘവീയം കർത്താവ് കുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധി. രാമായണത്തിനെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിൽ വഞ്ചി പോകുമ്പോ രാമായണം വായിക്കുന്നത്. ഇതെന്താ കഥ എന്ന് വെച്ചാൽ യേശുദാസാണ് വിളിക്കുന്നത്. പാട്ടാണ് എഴുതാനും പറയുന്നത്, ഭഗവാനെ കുറിച്ചുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് വരെ യേശുദാസിന് വേണ്ടി കൃഷ്ണഭക്തിയാണ് എഴുതുന്നത്. എന്നെക്കാളും പ്രസിദ്ധനായിട്ടുള്ള എന്റെ പൂർവ്വസൂരിയായിട്ടുള്ള ഞാൻ ആരാധിക്കുന്ന കവിയായിട്ടുള്ള നല്ല കൃഷ്ണഭക്തനായിട്ടുള്ള ഗുരുവായൂരപ്പഭക്തനായിട്ടുള്ള രമേശൻ നായരുടെ വനമാലയും മയിൽപ്പീലിയുമാണ് എന്റെ കാറിൽ പോലും ഞാൻ ഇത് കേട്ടുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുക. ഭഗവാനെ ഭഗവാനെ വിളിച്ചു. എത്ര നല്ല പാട്ടുകൾ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. അതെല്ലാം യേശുദാസാണ് പാടിയത്. ജയവിജയൻ മാഷും കേശവൻ നമ്പൂതിരിയൊക്കെ ചെയ്ത പാട്ടുകൾ. അപ്പൊ ഇത് കേട്ട് 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 ഇങ്ങനെ ഇരുന്നപ്പോ പിന്നെ ഒരു അവസരം എനിക്ക് വന്നപ്പോ ഈ രമേശൻ നായരുടെ ഭാവനയെ ഉല്ലംഘിക്കുക വലിയ ബുദ്ധിമുട്ടുള്ളതായതെന്ന് യേശുദാസ് പറഞ്ഞിട്ട് പോലും അത് ഞാൻ നിരസിക്കും. നിരസിക്കുക എന്ന് പറഞ്ഞാൽ നിരസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിയണം. എനിക്ക് എഴുതാൻ പറ്റില്ല ആ ഭാവന. അപ്പൊ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ വളരെ ബോറായിട്ട് എഴുതിയിട്ടുണ്ട്. ആർക്കെ ദാമോദരനോട് രമേശൻ നായരാണെങ്കിൽ വളരെ നന്നായിട്ട് എഴുതിയെന്ന് പറയും. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അപ്പോ ഒരു തരംഗിണിയിൽ ഒരു നിയമം ഉണ്ടല്ലോ. ഒരു തവണ പാട്ടുകൾ ഒരു കമ്പനിക്ക് വേണ്ടി ആ സമയത്ത് സീസണിൽ എഴുതുകയാണെങ്കിൽ മറ്റൊരു കമ്പനിക്ക് എഴുതാൻ സമ്മതിക്കില്ല. തരംഗിണിക്ക് വേണ്ടി എഴുതുന്നു. ഈ സൂത്രം എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ ദാസനോട് നിരസിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ വേറെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഗുരുവായൂരപ്പ ഭക്തിയാണ് എഴുതിയുള്ളൂ. ആ കൊല്ലാണ് യേശുദാസ് പറഞ്ഞത് ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത് ആലോചിക്കുന്നത് കേട്ടോ. പറഞ്ഞ എന്താ ഭയന്നിട്ടാണ്. കാരണം ഈ രമേശൻ നായരുടെ നല്ല ഉച്ചിരൻ ഭാവനകൾ, ഗുരുവായൂരൊരു മധുര എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളുണ്ട്. എല്ലാം ഉണ്ട് ഭംഗിയായിട്ട്. ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ എന്റെ ശംഖം കൊടുത്തവൻ എന്നൊക്കെ പറഞ്ഞു അതിഗംഭീര പാട്ടുകൾ. ഒഴിഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഈ സംഭവം പറഞ്ഞതോടുകൂടി എന്നാ ശരി പിന്നൊരിക്കലാവണം. അങ്ങനെ ആ തമിഴ് ഒഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ അങ്ങനെ മാതൃഭൂമിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മാതൃഭൂമിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തമക്കുറുപ്പ് എന്ന വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു. പത്ത് എഡിറ്റർമാരിലെ ഒരാൾ. അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ദാമോദരൻ ഒരു കാര്യം ചെയ്യണം, അക്കിത്തം തിരുമേനിയുടെ ഭാഗവതം പ്രൂഫ് നോക്കാനായിട്ട് വന്നു. അത് ദാമോദരനെ ഏറ്റെടുത്തോളണം. എന്തെങ്കിലും സംശയമുണ്ട്, ഒരു തെറ്റും പാടില്ല. തിരുമേനിയുടെയാണ്, അക്കിത്തത്തെ മഹാകവിയുടെയാണ്, മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഒരു അക്ഷരത്തിൽ പറയുന്നത്. ഞാനാണ് ഭാഗവതം വലുതായിട്ട് വായിച്ചിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ വായിച്ചിങ്ങനെ ചപ്പട വെച്ച് പറയാനൊക്കെ പ്രസംഗത്തിനൊക്കെ പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടു നോക്കിയിട്ട് പറയുന്നുണ്ട്. ഒരു വിദ്യ അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതങ്ങോട്ട് ചെയ്തു.
അപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അക്കിത്തം തിരുമേനെ നേരിട്ട് വിളിച്ചു നോക്കുക. അദ്ദേഹത്തിന്റെ കൈപ്പടയാലുണ്ട് മുഴുവൻ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാനിങ്ങനെ നിരന്തരം അക്കിത്തം തിരുമേനായിട്ട് ബന്ധപ്പെടാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, ഞാനൊരു ചെറിയ കവിയൊന്നുമല്ല, രമേശൻ നായരെ പോലും താഴേക്കുള്ള കവിയാണ്. മഹാകവിയിലേക്ക് കൊണ്ടുപോയിട്ട് ഭഗവാൻ കൊണ്ടെത്തിക്കുന്നു. അതിനുള്ള ഒരു നിമിത്തമാകുന്നത് ഗുരുവായൂരപ്പന്റെ ഒരു പാട്ടുണ്ട്. അപ്പൊ ഭാഗവതം വരുന്നത്, ഭാഗവതം 2 വർഷം എടുത്തിട്ട് അതിന്റെ പ്രൂഫ് വായിച്ചു കഴിഞ്ഞത് മാത്രമല്ല, അക്കിത്തം എന്ന് പറയുന്ന മഹാകവിയും മഹാഭക്തനും ആചാര്യനുമായിട്ടുള്ള ഭാഷയുടെ ആചാര്യനും ഒക്കെ ആയിട്ടുള്ള ആ മഹാകവിയായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ കഴിയും. ആ ബന്ധത്തിലൂടെ ഞാൻ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞു. നിങ്ങൾ ഞാൻ കൃഷ്ണവിഗ്രഹത്തിന് മുമ്പിൽ വെച്ചാ പറയുന്നത്, പൂർത്തിയാക്കി 1 മാസം കഴിഞ്ഞപ്പോ ഇതാ വീണ്ടും വരുന്നു യേശുദാസിന്റെ വീട്. പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞില്ല ഇനി ഇത്തവണത്തെ നീ എഴുതണം. അപ്പൊ എനിക്കൊരു ധൈര്യം കിട്ടിയ എന്താ വെച്ചാൽ, ഈ കൃഷ്ണനെ കുറിച്ചുള്ള ഭാവന ഈ രമേശൻ നായർ എഴുതിയ 10 പാട്ടിലുള്ള ഭാവനയൊന്നുമില്ല, എത്രയോ പാരാമാരമുള്ള ഇമേജറികളാണ് ഭഗവാന്റെ എന്തൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഓരോ ലീലകളും ഒരു 100 പാട്ട് വെച്ച് എഴുതാനുള്ള സംഭവം. പിന്നെ രാധതൻ പ്രേമത്തോടാണോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ ഈ രാധന്റെ പ്രേമമൊക്കെ വടിച്ചു മാറ്റി ഞാൻ ഇതൊന്നും എഴുതിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് കുറച്ച് പാട്ടുകൾ എഴുതി. എളുപ്പം എഴുതാൻ പറ്റില്ല. 10 പാട്ട് എഴുതാനായിട്ട് 10 ദിവസം എടുക്കണം. ഈ ഭാഗവതം കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ അതിന്റെ ഒരു നിശ്ചയം എന്താണെന്ന് പറഞ്ഞത്, നമ്മള് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവം, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം, ഒരു നിമിഷം ഭഗവാൻ അറിയാത്ത നിമിഷം എന്നാണ് ഞാനത് പഠിക്കുന്നത്. എനിക്ക് എഴുതാൻ പറ്റാത്ത, യേശുദാസ് കുട്ടികൾ പാട്ട് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നത് ഏതെങ്കിലും വിഡ്ഢിയെ നിങ്ങൾ കാണുന്നു. ഒരു ചലച്ചിത്രത്തിൽ ഒരു കുട്ടികൾക്ക് പാട്ട് പാടാൻ അവസരം ഉണ്ടെന്നുള്ള പറ്റില്ല എന്നത് മാറുമോ? ഇന്ന് ചാടിപ്പോകുമല്ല. അപ്പൊ അങ്ങനെ പറ്റില്ല, എനിക്കത് പറ്റില്ല എന്നുള്ള ഉറപ്പിച്ചുകൊണ്ട്. പക്ഷെ പറ്റണം എവിടെ വെച്ചാൽ ഒരു ഭാഗവതം കൊണ്ടുവന്ന് വരുന്നു, മഹാകവിയായിട്ട് ബന്ധം വരുന്നു, എല്ലാം വായിക്കുന്നു, ഭാഗവതം അടിമുടി വായിക്കുന്നു. ഇങ്ങനെ വായിച്ച് ഞാൻ പാട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ പാട്ടുകൾ എഴുതി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അഗ്രപശ്യാമി എന്നാണ് അതിന്റെ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതില് പല പാട്ടുകളുണ്ട്. അപ്പൊ യേശുദാസിനെ കുറിച്ച്, യേശുദാസ് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടില്ല, ഗുരുവായൂരപ്പനെ കണ്ടിട്ടില്ല, കൃഷ്ണൻ എങ്ങനെ ഇരിക്കുന്ന അറിയില്ല, അവിടെ കയറ്റിയിട്ടില്ല. ചെമ്പൈ സ്വാമി കൊണ്ടുപോയതാണ് അദ്ദേഹം പിടിച്ചിട്ട് കയ്യിൽ കൊടുത്തത്. പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പാർത്ഥസാരഥി കൊണ്ടുപോയി പാടിക്കൊക്കെ ഉണ്ടായ കഥയൊക്കെ നിങ്ങൾക്കറിയാം, ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാവനയില് ഒരു പാട്ടുണ്ടായിരുന്നു, സ്വരജന്മം തോറും ഞാൻ കാത്തിരുന്നു, എന്റെ വരജന്മം വനമാല കോർത്തിരുന്നു, നേരിൽ കണ്ടില്ല നേരെ കണ്ടില്ല, അരയാലിലനെഞ്ചൊരമ്പാടിയാക്കിയ താരസ്വരത്തനി രൂപം, ഇതോ ഗുരുവായൂർ അമരുന്ന ദീപങ്ങൾ. ഈ ഗുരുവായൂർ അമരുന്ന ദീപങ്ങൾ ഇത് എനിക്ക് അങ്ങോട്ട് കൃത്യമില്ലാവും. പാട്ടെല്ലാം എഴുതി അപ്പാടെങ്കിലും പോണം. തലേ ദിവസമായിട്ട് ഒരു പിടിയില്ല. ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം ഭഗവാൻ, എന്ത് ചെയ്യണം ഭഗവാൻ? ഞാൻ വിളിച്ച് എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ചു, ഞങ്ങൾക്ക് വേണമെന്നാ പറയാ, അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഗുരുവായൂർ നാളെന്ന് ഒന്ന് തൊഴണം, എന്തായാലും 1